എന്താ വൃന്ദേ? ഏയ് ഒന്നുമില്ല. വൃന്ദ, തനിക്കെന്തോ പറയാനുണ്ടല്ലോ? ആ ഉണ്ട്, പറയാനുണ്ട്. എന്നാ പിന്നെ പറ. നമ്മുടെ ഫ്രണ്ട്സേ എന്നോട് പിണങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നിന്റെ വിവരം കിട്ടാതെ അവരെല്ലാരും വിഷമിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടിയിട്ടും അവരെ അറിയിച്ചില്ലല്ലോ. നിന്റെ കാര്യം ഞാൻ അവരോടൊന്ന് പറഞ്ഞോട്ടെ? താനിപ്പോ പറയണ്ട, ഞാൻ വരുന്നത് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ദേ, എന്റെ ഫ്രണ്ട്സ് എന്നോട് പിണങ്ങിയാ ഞാൻ നിന്നെ ശരിയാക്കും. എന്താ ചേട്ടാ? മാഡം, പോലീസ്. പോലീസോ? പ്രശ്നമായല്ലോ. ആരോ എന്തെയും നിന്നെ കണ്ട ആകെ പ്രശ്നാവില്ലേ? എന്റെ കാര്യം കുഴപ്പമാവില്ല മാഡം. ചേട്ടൻ എന്താ പ്രശ്നം? വണ്ടിയുടെ പെർമിറ്റ് തീർന്നിരിക്കുക. ഓ, അപ്പൊ നിങ്ങൾക്കും പ്രശ്നമുണ്ടോ? എന്റെ ഈശ്വരാ, ആരവനെ എന്ത് ചെയ്യും? ഇവനെ കണ്ട ACP അറസ്റ്റ് ചെയ്തു തന്നെ. അല്ല, ആരോ ആരവ് എവിടെ പോയി? ആരവ് എവിടെ? മാഡം, അയാളെന്തിനാ പുറത്തു പോയത്? അയാളും പോലീസിനെ പേടിച്ചു കിടക്കുന്ന ആളാണോ? നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അവൻ ഫോൺ ചെയ്യാനായിട്ട് പുറത്തു പോയതാ. ഓ, നിങ്ങൾ വണ്ടി മുമ്പോട്ടെടുത്തോ, അല്ലെങ്കിൽ പോലീസിന് സംശയം തോന്നും. ആകെ പ്രശ്നമായല്ലോ മാഡം. എന്ത് പ്രശ്നം? നിങ്ങൾ വണ്ടി എടുക്ക്. സാറേ, വണ്ടിക്കകത്ത മറ്റേ കുട്ടി. ഏത് കുട്ടി? 5 സുന്ദരികളുടെ വൃന്ദ. വൃന്ദയോ? ഹായ് വൃന്ദ. ഹായ് സർ. സാർ എന്താ ഇവിടെ? ഒരു പിടികെട്ടാപ്പുള്ളി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാഹന പരിശോധന. അതാരാണെന്ന് വൃന്ദയ്ക്കും അറിയാലോ. അല്ല, ഫ്രണ്ട്സ് ആരുമില്ലേ? വൃന്ദ തനിച്ചോടെ പോയതാ? സർ, മുത്തശ്ശന് പെട്ടെന്ന് സുഖമില്ലാതായി. മുത്തശ്ശനെ കാണാൻ വേണ്ടി പോയിട്ട് വരാ. അയ്യോ, മുത്തശ്ശൻ തൂറ്റി ഹോസ്പിറ്റലാണോ? അല്ല, വീട്ടിലാ. ഒന്ന് വീണതാ, കുഴപ്പമൊന്നുമില്ല. ഓ, മുത്തശ്ശനെ ഞാനൊന്ന് വിളിക്കാം. ഇല്ല സർ, വിളിക്കാനും വേണ്ടി പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അന്വേഷിക്കണമല്ലോ. എന്നാ ഞാൻ പോയിക്കോട്ടെ സർ. അതെ, വൃന്ദയെ കണ്ടപ്പോഴാ ഞാൻ വേറൊരു കാര്യം ഓർത്തെ. എന്താ സർ? അല്ല, ഞാൻ ആക്ച്വലി വേറൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. മതി സാറേ, പാവം വൃന്ദ നിന്ന് വിഷമിക്കുക. പറഞ്ഞു വിട്ടൂടെ? എന്താ സർ പറയാൻ ഉദ്ദേശിച്ച? അത് പല പ്രാവശ്യം പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചതാ, പക്ഷെ മറന്നുപോകും. എന്റെ കാര്യമല്ലേ, അതിപ്പോ ഓർമ്മ വരില്ല. പാവത്തിനെ നിർത്തി വിഷമിപ്പിക്കാതെ പറഞ്ഞു വിട് സാറേ. ആരാ എന്റെ തോളി കൈവച്ചേ? തന്നോട് പല പ്രാവശ്യം പറഞ്ഞോണ്ട് തോളി കൈവയ്ക്കരുത്. ഞാനല്ല സാർ. താൻ ഇവിടെ സംസാരിക്കുന്നത് കേട്ട് നിൽക്കാതെ വണ്ടിയുടെ പേപ്പേഴ്സ് വാങ്ങി നോക്കണം. സർ, വണ്ടിയുടെ പേപ്പർ എല്ലാം ഓക്കെയാ. ഞാൻ പോയിക്കോട്ടെ സർ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വൃന്ദയെ പരിചയമുണ്ടെന്ന് കരുതി വൃന്ദ വന്ന വണ്ടിയുടെ പേപ്പേഴ്സ് പരിശോധിക്കാതെ വിടാൻ പറ്റില്ല. വണ്ടിയുടെ പേപ്പറൊക്കെ നോക്കിയിട്ട് വിട്ടേ. ആ പേപ്പർ എടുക്ക്.
എല്ലാം ഓക്കെയാണ് സാറേ.